നല്ല ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട പ്രോൺസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമേ അടുപ്പത്ത് പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കടുക് ഉലുവൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പ്രോൺസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റം കൊച്ചുള്ളി ആട്ടോ. അപ്പം കൊച്ചുള്ളി ഇട്ട് ലേശം ഉപ്പിട്ടൊന്ന് സോട്ട് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു കറിവേപ്പിലയും ഒന്ന് കീറിയിട്ട് കുറച്ച് തക്കാളിയും ഇട്ടൊന്ന് മിക്സ് ചെയ്യാണ്. എന്നിട്ട് അത് ആ സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാല എല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മെയിനായിട്ട് പ്രോൺസ് ഇടേണ്ട. അതിനകത്ത് ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നില്ല, കാര്യം പ്രോൺസിൻ്റെ വെള്ളം അങ്ങ് ഇറങ്ങുന്നുണ്ട്, കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് ഇറങ്ങും. അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നടുക്കൊരു കുളം കണക്ക് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഇടാണ്. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ടായിരിക്കും എന്നറിയാലോ. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്മളൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത്തിരിയും കൂടെ പെപ്പർ ആഡ് ചെയ്യുക, കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട പ്രോൺസ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ. ബൈ.